അയ്യോ, എനിക്ക് വയ്യായേ. ഇത് കുടിക്ക്, ക്ഷീണം മാറട്ടെ. ഞാനിത് കുടിച്ചിട്ട് എന്തിനാ? വീണ്ടും പോവാനാണോ? എനിക്ക് വയ്യ ഇനി പോവാന്. നീ ഇത് കുടിക്കന്നേ, ഇനി അങ്ങനെയൊന്നും വരത്തില്ല. നീ മിണ്ടരുത്. നീ ഒരുത്തൻ കാരണമാ ഞാനിപ്പോ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്. അതിന് ഞാനെന്താ ചെയ്തേ? നീയൊന്നും ചെയ്തില്ല അല്ലേ? നിനക്ക് എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല നിനക്ക് പകരം ഞാൻ ഇരുന്നേനെ ഇങ്ങനെ ഇപ്പൊ. കുക്കി, ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? നീ എന്തിനാ അവന് സോപ്പൊടി കലക്കി കൊടുത്തേ? പാവം, ഇപ്പോഴും അവൻ ബാത്റൂമിൽ നിറങ്ങിയിട്ടില്ല. ഓ അതായിരുന്നോ? അവന്റെ കയ്യിരിപ്പിന് ഇത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അവസരം കിട്ടിയ ഇനി ഇതിലും വലുത് കൊടുക്കും ഞാൻ. നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ രസല്ലേ ചായ? അവസാനം ഈ കുട്ടികളിയൊക്കെ കാര്യമായിട്ട് മാറരുത്. ചേട്ടനെന്താ എന്റെ ബർത്ത്ഡേക്ക് വരാഞ്ഞത്? അത് പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ കരുതി ചേട്ടൻ വരുമായിരിക്കുമെന്ന്. ഇപ്പൊ അത് പോട്ടെ. എന്തായാലും ചേട്ടന്റെ ബർത്ത്ഡേക്ക് വന്നില്ലല്ലോ, അപ്പൊ ഞാൻ ഇന്നൊരു ട്രീറ്റ് തരാം. ഏയ്, അതൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ. എന്റെ ഒരു സന്തോഷത്തിന് ചേട്ടന് ഒറ്റയ്ക്ക് വരാൻ മടിയാണെങ്കിൽ ഫ്രണ്ട്സിനെയും വിളിച്ചോ. അവരെയും കൂട്ടി നമുക്ക് പുറത്തു പോവാം. നീ ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യാൻ പോയിട്ട് ഇത്ര ലേറ്റ് ആയിരുന്നാ? അതോ, വരുന്ന വഴിക്ക് റിയ കണ്ടായിരുന്നു. അവളോട് സംസാരിച്ചിരുന്നു. ഇതിന് മാത്രം എന്താ സംസാരിക്കാനുള്ളേ? ഞാൻ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയില്ലല്ലോ. അവൾ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് നടന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാ നമുക്ക് ക്ലാസ്സിൽ പോവാം. എടാ, ഇനി എന്താടാ? അത് പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ട്രീറ്റ് തരാനായിട്ട് അവൾ എന്നെ വിളിച്ചിരിക്കുക. അതാണ് കാര്യം. എന്നാ നീ പോയിട്ട് വാ. എല്ലാം അറിയാവുന്ന നിങ്ങൾ തന്നെയാണോ ഇങ്ങനെ പറയുന്നേ? എന്നാ നീ പോവണ്ട. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ, പക്ഷെ അവൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞ ഇന്ന് ഉച്ചയ്ക്ക്. എന്നാ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇനി പോയില്ലാന്ന് വേണ്ട, അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോ ചിമ്മിയും കുക്കിയും ഹോബിയോ? നമ്മളിന്ന് ഉച്ചയ്ക്ക് പോകുന്ന ഞാൻ ചിമ്മിക്ക് ടെക്സ്റ്റ് അയച്ചേക്കാം. എടി, ഇച്ഛനിപ്പോ മെസ്സേജ് അയച്ചായിരുന്നു അവരുച്ചയ്ക്ക് പോകുമെന്ന്. സോ നമ്മൾ തനിയെ വീട്ടിൽ പോകണം. അവരെവിടെ പോന്നു? ഇന്നലെ റിയയുടെ ബർത്ത്ഡേക്ക് ടേ പോവാത്തതുകൊണ്ട് ഇന്ന് അവളെ ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു, ഫ്രണ്ട്സിനെ കൂട്ടി ചെല്ലാനെന്ന്. എന്നാ നമുക്കും പോവാം. അതിന് നമ്മളെ അവള് വിളിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ പോന്നേ? ആര് പറഞ്ഞു നമ്മളെ വിളിച്ചില്ലാന്ന്? ഫ്രണ്ട്സിനെ കൂട്ടി ചെല്ലാനെന്നല്ലേ അവള് പറഞ്ഞത്. ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം നമ്മൾ 7 പേരും എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുകയെന്ന്. സോ വിളിച്ചില്ല എന്നത് ഒരു പ്രശ്നമേ അല്ല. അത് മാത്രമല്ല, എനിക്ക് അവൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്നുണ്ട്. ഒരു പണി കൊടുക്കുന്നതിനെ കുറിച്ച് ഞാനും ആലോചിക്കാതിരുന്നില്ല. എന്താ അവൾമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാനും ഒരവസരം നോക്കി ഇരിക്കുമായിരുന്നു. എന്നാ പിന്നെ നമുക്ക് പോകാം അല്ലേ? ഞങ്ങൾ റെഡിയായി, വാ പോവാം. പോകാനോ? എങ്ങോട്ട്? നിങ്ങൾ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ. ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാതെ? നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കൂടെ ഞങ്ങളും കാണും. അത് തന്നെ, ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ എങ്ങോട്ടും പോവില്ല. എടാ, അവരും വരട്ടെ. എടാ, അത് പിന്നെ ഇവൾ അടങ്ങിയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, കുട്ടുമ്പോൾ നല്ല കുട്ടിയാ, അവൾ അടങ്ങിയിരുന്നോളൂ. എന്റെ ജൂണേട്ടന് മാത്രമേ എന്നെ നന്നായിട്ട് അറിയത്തുള്ളൂ. എന്നാ നമുക്ക് പോവാം. പിന്നെന്താ, പോകാലോ. നിങ്ങളും വരുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ വരണ്ടേ? നിങ്ങൾ വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അത് സാരമില്ല, ഇപ്പൊ അറിഞ്ഞില്ലേ. പിന്നെ ഞങ്ങളില്ലാതെ ഇവരെങ്ങോട്ടും പോവാറില്ല. അല്ല, ഞങ്ങൾ കൂടെ വരുന്നത് കൊണ്ട് റിയക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങളും വന്നോ. ശരി, എന്നാ വാ പോവാം. അത് പിന്നെ എൻ്റെ സ്കൂട്ടർ പഞ്ചറായി, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ബൈക്കിൽ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ. ചേട്ടാ, ഞാനും കയറിക്കോട്ടെ ചേട്ടന്റെ ബൈക്കിൽ? ഓ, അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ്. ശരിയാക്കി തരാം. അല്ല റിയ, അതെങ്ങനെ ശരിയാവും? ചേയുടെ കൂടെ എന്നും ചിമ്മിയല്ലേ ബൈക്കിൽ പോന്നെ. താൻ ചേയുടെ പിന്നിലിരുന്നാ പിന്നെ ചിമ്മി എവിടെ ഇരിക്കും? ചിമ്മി ചേച്ചി യുങ്കിയുടെ പിന്നിലിരിക്കില്ലേ? അപ്പൊ പിന്നെ ഞാൻ എവിടെ ഇരിക്കും? ഞാൻ ചേയുടെ കൂടെയും ഇവൾ യുങ്കിച്ചിന്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ. എന്നാ ഞാൻ ജൂണിയറിന്റെ ബൈക്കിൽ കയറട്ടെ. സൈഡിൽ കൂടെ ഗോൾ അടിക്കാൻ നോക്കുവാണല്ലേ? അതെന്തായാലും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ, ഹോബിയുടെ സ്കൂട്ടർ എടുത്തോ. ഹോബി ജൂണിയറിന്റെ കൂടെ വന്നോളൂ. അത് പിന്നെ എന്തേ, നിങ്ങൾക്ക് പറ്റില്ലേ? പറ്റും, പറ്റാതിരിക്കാൻ എന്താ. ഞങ്ങള് ഹോബി ചേച്ചിയുടെ സ്കൂട്ടറിൽ വന്നോളാം.
ഇവൾമാരെന്താ ഫുഡ് കാണാതെ കിടക്കുമായിരുന്നു ഇത്രയും നാള്? എനിക്കും അത് തോന്നി. അല്ല, നിന്റെ കയ്യിൽ ക്യാഷ് ഒക്കെ അല്ലേ? ഇതൊക്കെ കഴിച്ചു കഴിയും പറയാം ബില്ല് എന്തോരാകുമെന്ന്.